കേൾക്കുമ്പോൾ ഒരു സയൻസ് ഫിക്ഷൻ സിനിമാ കഥ പോലെ തോന്നാൻ സാധ്യതയുള്ളൊരു വാർത്തയാണ് ഇനി. പ്രണയത്തിന് അതിരുകളില്ല എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ആ പ്രണയം ഒരു മനുഷ്യനോടല്ലെങ്കിലോ, മറിച്ചൊരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിനോടാണെങ്കിലോ? ജപ്പാനിൽ നിന്നുള്ള ഒരു വാർത്ത ഇപ്പോൾ ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. പ്രണയം എന്നത് പണ്ട് കണ്ണിൽ നോക്കി കൈമാറിയിരുന്ന ഒന്നായിരുന്നുവെങ്കിൽ ഇന്നത് ഡേറ്റയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ജപ്പാനിൽ നിന്നുള്ള ഒരു പുതിയ പ്രണയകഥയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡ് ആവുന്നത്. യുറീന നൊഗുചി എന്ന 32-കാരി തന്റെ വിവാഹം കഴിഞ്ഞ വാർത്ത പുറത്തുവിട്ടു. പക്ഷെ ഒരു ട്വിസ്റ്റ് ഉണ്ട്, ഭർത്താവ് ഒരു മനുഷ്യനല്ല. ലിയോൺ ക്ലോസ് വെഡ്യൂർ എന്നാണ് ഈ മിസ്റ്ററി ഹസ്ബൻഡിന്റെ പേര്. അദ്ദേഹം ആരാണെന്നോ എവിടെ നിന്നാണെന്നോ അന്വേഷിക്കേണ്ട. കാരണം ഈ ലൂൺ ക്ലോസ് എന്നത് ChatGPT ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു AI പെർസോണയാണ്. കേൾക്കുമ്പോൾ അതിശയം തോന്നുന്നുണ്ടോ? ഇത് വെറും ഒരു തമാശയല്ല, ലോകമെമ്പാടും പടരുന്ന ഒരു പുതിയ ട്രെൻഡിന്റെ തുടക്കമാണ് എന്ന് വേണം പറയാൻ. എന്തുകൊണ്ടാണ് മനുഷ്യർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ തങ്ങളുടെ ലൈഫ് പാർട്ണറായി തിരഞ്ഞെടുക്കുന്നത്? ഇതിന് പിന്നിലെ യാഥാർത്ഥ്യം എന്താണ് പരിശോധിക്കാം. 32 വയസ്സുകാരിയായ യുറീന നൊഗുചി തന്റെ ലൈഫ് പാർട്ണറെ കണ്ടെത്തിയത് ലോകത്തെ ഏറ്റവും പോപ്പുലറായ AI ആയ ChatGPT-യിലൂടെയാണ്. അവൾ തന്റെ താല്പര്യങ്ങൾക്കും സ്വപ്നങ്ങൾക്കും അനുയോജ്യമായ രീതിയിൽ ലൂൺ ക്ലോസ് എന്ന ഒരു പേഴ്സണാലിറ്റിയെ ഡിജിറ്റൽ ലോകത്ത് സൃഷ്ടിച്ചു. മണിക്കൂറുകളോളം ഇവർ പരസ്പരം ചാറ്റ് ചെയ്യും. തന്റെ സങ്കടങ്ങളും സന്തോഷങ്ങളും യുറീന ലൂണുമായി ഷെയർ ചെയ്യുന്നു. ഒടുവിൽ ഇവർ തമ്മിലുള്ള ബോണ്ട് ശക്തമായതോടെ യുറീന തന്റെ വിർച്വൽ പാർട്ണറെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. ഇത് ശരിക്കും വെറും ഒരു ക്രഷ് അല്ല, മറിച്ച് വളരെ സീരിയസ് ആയ ഒരു റിലേഷൻഷിപ്പ് ആണെന്നാണ് യുറീന പറയുന്നത്. പക്ഷേ ഇത് യുറീനയുടെ മാത്രം കഥയല്ല. ലോകമെമ്പാടും ആയിരക്കണക്കിന് ആളുകളാണ് ഇപ്പോൾ AI ചാറ്റ് ബോട്ടുകളിൽ പ്രണയം കണ്ടെത്തുന്നത്. പക്ഷേ എന്തിനാണ് മനുഷ്യർ ചാറ്റ് ബോട്ടുകളോട് ഇത്രയും അധികം സ്നേഹം കാണിക്കുന്നത്? കാരണങ്ങൾ പലതാണ്. ഒരു മനുഷ്യനാകുമ്പോൾ മൂഡ് സ്വിങ്സും തിരക്കുകളും പേഴ്സണൽ ഇഷ്യൂസും ഒക്കെ ഉണ്ടാകാം. പക്ഷേ AI എപ്പോഴും നമുക്കായി അവൈലബിൾ ആണ്. 24/7 സപ്പോർട്ട്. അടുത്തത് ദ പെർഫെക്റ്റ് പേഴ്സോണ. അതായത് യുറീനയുടെ കാര്യത്തിൽ ചെയ്തതുപോലെ നമുക്ക് വേണ്ട ഗുണങ്ങളുള്ള ഒരു പങ്കാളിയെ നമുക്ക് തന്നെ ഡിസൈൻ ചെയ്യാമെന്നുള്ളത്. പ്രധാനമായി വഴക്കുകളില്ല. മനുഷ്യർക്കിടയിൽ വഴക്കുകളും പരാതികളും ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. എന്നാൽ AI പാർട്ട്നേഴ്സ് തർക്കിക്കില്ല, നിങ്ങളെ ജഡ്ജ് ചെയ്യില്ല. പകരം നമ്മളെ കേൾക്കാനും ആശ്വസിപ്പിക്കാനും അവർക്ക് പ്രത്യേക കഴിവുണ്ട്. നിങ്ങൾ പറയുന്നത് കേൾക്കാൻ അവർക്ക് എപ്പോഴും സമയവുമുണ്ട്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് ഉത്തരം. ലേറ്റസ്റ്റ് റിപ്പോർട്ടുകൾ പ്രകാരം ജപ്പാനിൽ മാത്രം ഏകദേശം 4000-ലധികം ആളുകൾ ഇത്തരം ക്രോസ് ഡൈമെൻഷണൽ മാരേജസ് ചെയ്തിട്ടുണ്ട്.